ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇന്നിതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. നമ്മൾ ചീയപ്പൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു രീതിയിൽ. അപ്പോൾ അതാ ആവശ്യത്തിനുള്ള അരിപ്പൊടി ഞാനൊരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.25 കപ്പ് അരിപ്പൊടി കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തു, നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് അതേപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ചെറിയ ഉള്ളിൻ്റെ നീരും തേങ്ങൻ്റെ പാലൊക്കെ എല്ലാ ഭാഗത്തും ആവണം. കൈ കൊണ്ട് തന്നെ ഒന്ന് ഞെരടി എടുക്കണം കേട്ടോ. അപ്പോഴുള്ള ചെറിയ ഉള്ളിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ നല്ലോണം മാവിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ കൈ കൊണ്ട് നല്ലോണം തിരുമ്മി കുഴച്ചെടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അങ്ങനെ കുഴച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ചീയപ്പത്തിന് മാവ് റെഡിയാക്കുമല്ലോ, കുറച്ച് ലൂസായിട്ടുള്ള മാവല്ലേ ചീയപ്പത്തിന് ഉണ്ടാക്കുക, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതിനുള്ള മാവ് ഉണ്ടാക്കേണ്ടത്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ലൂസാക്കി എടുക്കുക. അതേപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ്ട് ചെയ്താൽ മതി, ഒന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ അത് പായിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചുട്ടെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. മാവ് കൂട്ടി വെക്കേ അല്ലെങ്കിൽ അരി വെള്ളത്തിലിട്ട് അരക്കേ ഒന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ചുട്ടെടുക്കാനും പറ്റും. കറിയില്ലെങ്കിലും നമുക്ക് കട്ടൻ ചായൻ്റെയൊക്കെ കൂടെ അങ്ങനെ കടിച്ചുട്ടിട്ട്. പിന്നെ ചോറ് ഇപ്പുറത്ത് അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. ചോറ് വേവാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പം ചുട്ടെടുക്കാം. എന്നാൽ അപ്പത്തേക്ക് കറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഉപ്പാക്ക് സുഖമല്ല കേട്ടോ. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് വണ്ടൂർ ഹോസ്പിറ്റലിലാണെന്നൊക്കെ. പിന്നെ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. ഇപ്പോൾ നിലമ്പൂർ ഹോസ്പിറ്റലിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ചില കൂട്ടുകാരൊക്കെ മെസ്സേജ് അയക്കലുണ്ട്. വാട്സപ്പ് നമ്പർ അറിയണമല്ലോ, വാട്സപ്പിൽ മെസ്സേജ് അയക്കലുണ്ട്. ചിലർ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ വീഡിയോയിൽ പറയാട്ടോ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അപ്പൊക്കെ ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടിയിൽ ആദ്യം എണ്ണ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചീയപ്പം ചുടുന്ന പോലെ തന്നെ കനം കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ വീശി ഒഴിക്കാൻ കഴിയണമില്ല, അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ നമ്മൾ ചീയപ്പം ചുടുന്ന ഒരു രീതിയിൽ തന്നെയാണ് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ടില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു എളുപ്പപ്പണിയാണ്. മാവൊന്നും കയ്യിലില്ലെങ്കിൽ ചിലപ്പോൾ ദോശമാവും ഇഡ്ഡലി മാവൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമാണ്. രാവിലെ എളുപ്പം എല്ലാ ജോലികളും എളുപ്പം തീർക്കാം. ഇതിപ്പോൾ മക്കൾക്ക് രാവിലെ 7:30 ആകുമ്പോഴത്തേന് ഫുഡൊക്കെ റെഡിയാക്കണം. ചിഞ്ചുമോൾ 7:30 ആകുമ്പോഴത്തേന് ബസ് സ്റ്റോപ്പൊക്കെ കൊണ്ടുപോകണം കേട്ടോ, കൊണ്ടാക്കി കൊടുക്കണം. പിന്നെ മഞ്ജുമോൾക്ക് അതേപോലെ 8-8:15 ആകുമ്പോഴത്തേന് ഓൾക്ക് പോകണം. അങ്ങനെ ഒരു തിരക്കാണ് രാവിലെ. അപ്പോൾ നമ്മൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസൊക്കെയാണ് നോക്കുക. അപ്പോൾ എന്തായാലും അപ്പം ഞാൻ അവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ചോറ് അടുപ്പത്തുണ്ട്. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ഇന്നിപ്പോൾ കൊടുത്തയക്കാൻ പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കാമെന്നാട്ടെ വിചാരിക്കണത്. വേറെ കൂട്ടാനൊന്നും ഇപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കണില്ല. പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. അങ്ങനെ ഓരോ തിരക്കുകളൊക്കെയാണ്. അങ്ങനെ അപ്പൊക്കെ ഇവിടെ ഏകദേശം ചുട്ട് കഴിയാനായിട്ടുണ്ട്. അങ്ങനെ അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കറി ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ കറീൻ്റെ ആവശ്യമില്ല. കറി ഉണ്ടാക്കണ തേങ്ങ ഞാൻ അപ്പത്തേക്ക് ഇട്ടേക്കാണ് കേട്ടോ. ഒന്നാമത് എന്താ വെച്ചാൽ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കും, പക്ഷെ നമ്മളെ മിക്സിൻ്റെ ചെറിയ ജാറ് കേടാണ്. അപ്പോൾ ഇതിൽ കുറച്ച് തേങ്ങ വലിയ ജാറിലിട്ട് അരച്ചാൽ അരഞ്ഞിട്ടൂല. അപ്പോൾ എളുപ്പപ്പണി എടുത്തതാട്ടോ. അങ്ങനെ അപ്പൊക്കെ ചുട്ട് കുട്ടികൾക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ചോറും വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരിക്കൽ സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് ഞാൻ പൊട്ടറ്റോ റൈസ് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്നാൽ പിന്നെ വേറെ കൂട്ടാനൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ വേഗം 2 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞത് അതേപോലെ ചെറുതാക്കി സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാ ചേർക്കണ പോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൗഡറും മല്ലിപ്പൊടിയും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. ഇഷ്ടമുള്ള മസാലപ്പൊടികളൊക്കെ എന്ന് പറഞ്ഞാൽ ചിക്കൻ മസാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാമെന്ന് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിക്ക്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചേർക്കും റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് കേട്ടോ, ഇത് റെഡിയാക്കുന്ന സമയത്ത്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല പൗഡറും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. എന്നിട്ട് കൈ വെച്ചിട്ട് ഇത് അതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ മതി, ഒരുപാട് ഓയിലൊന്നും വേണ്ട. അപ്പോൾ നമുക്കിവിടെ ഒരു കടായി അടുപ്പത്ത് വെക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ട് വെളിച്ചെണ്ണ ഓയിലോ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചേർത്താൽ മതി. 2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ചെയ്യണത്. അപ്പോൾ ആദ്യം കുറച്ച് തീക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആയിട്ട് എളുപ്പമാവും. കുറച്ച് എണ്ണയിലാണെങ്കിലും എളുപ്പമാവും കേട്ടോ. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. 2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട്
ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഒന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ കൂടെ ഇട്ട് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. അത് എന്താ ഈ സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ടേ ഒക്കെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ വെള്ളം ബീച്ച് വരും. നമ്മൾ എന്താ ഫ്ലെയിം കുറച്ചിട്ടാവും ഇതിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ ഇതിൽ വെള്ളം പൊടിഞ്ഞു വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറേശ്ശെ 2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ആയിട്ടുണ്ട് ഇപ്പം ഫസ്റ്റിൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ട്രിപ്പും കൂടെ അതുപോലെ ഒന്ന് ഫ്രൈ ആക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. ചിലരുണ്ടാക്കണത് തന്നെ ആവും, പക്ഷേ ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പോൾ പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് റൈസൊക്കെ ഞാൻ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. അപ്പം ഇതിൻ്റെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഈ ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെ തപ്പി നോക്കണ വീട്ടമ്മമാരുണ്ടാവും, അപ്പോൾ അവർക്ക് ഉപകാരമാവുമല്ലോ. അപ്പോൾ എന്താ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ഞാൻ കുറച്ച് എണ്ണ മാറ്റിയിട്ടോ, കുറച്ച് ഓയിൽ അതിന് മാറ്റിയിട്ട് ഒരു മുട്ട അതിക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്നും ഇങ്ങനെ ചിക്കി എടുക്കുന്നുണ്ട്. 1 or 2 വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് റൈസിലാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ കൂടുതലൊക്കെ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പൊട്ടറ്റോൻ്റെ അളവും കൂട്ടാം, ഒരു 3 പൊട്ടറ്റോ ഒക്കെ എടുക്കുക. അതിപ്പോൾ ചെറിയ കിഴങ്ങാട്ടോ ഞാൻ എടുത്തിനത്. പിന്നെ അതേപോലെ എന്താ ഒരു മുട്ടയാണ് ഞാൻ ഇതിക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതേപോലെ ചിക്കി പരത്തി ഇത് ഞാൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു പാത്രത്തേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കിഴങ്ങ് ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് ഞാൻ ഇതിന് മാറ്റീന്. അപ്പോൾ ആ ഓയിൽ ഞാൻ അതിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിക്ക് സവാള ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ 2 സവാളയാണ് കേട്ടോ എടുത്തിനത്. അത് അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എളുപ്പം വഴന്ന് വന്നോളും. പിന്നെ എന്താ ഉരുളക്കിഴങ്ങിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ചോറ് വേവിക്കുമ്പം ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തതെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. നമ്മൾ എന്താ റൈസൊക്കെ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണെങ്കിലേ പിന്നെ അതിലും ഉപ്പുണ്ടാവും, ഉരുളക്കിഴങ്ങിലും ഉപ്പുണ്ടാവും, മസാലയിലും ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒക്കെ നോക്കിയിട്ട് ചെയ്യാം. അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തത് വഴറ്റി കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. കുറച്ച് നേരം ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടോ, വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പം സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്താ പേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ അത് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. പിന്നെ ഉപ്പാൻ്റെ വിശേഷങ്ങൾ എന്താ വെച്ചാൽ ഉപ്പാക്ക് എന്താ ശ്വാസം മുട്ടലേന് കേട്ടോ. ശ്വാസം മുട്ടൽ കുറച്ച് കൂടുതലായപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടൂരിൽ നിന്ന് കൊണ്ടുവന്നു. നിലമ്പൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഹോമിയോ മരുന്നാണ് വണ്ടൂർ. അപ്പോൾ നിലമ്പൂർക്ക് പോയിട്ട് ഞങ്ങൾ നിലമ്പൂർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ സോഡിയം കുറവുണ്ടായിന്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. സോഡിയം കുറവായാലും അറിയാലോ, അങ്ങനെ പിച്ചും പയും പറയൊക്കെ ചെയ്യൂല. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിന്. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. അപ്പം എന്താ സോഡിയത്തിനുള്ള മരുന്നൊക്കെ കയറ്റിയപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിലമ്പൂർ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇതാ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് എന്താ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് ഇതേപോലെ മിക്സാക്കി കൊടുക്കുക. പിന്നെ ഞാൻ ചെറിയൊരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളടുത്ത് ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിലേ ക്യാപ്സിക്കൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയൊരു കഷ്ണമൊക്കെ കട്ട് ചെയ്താണ്ട് ചേർക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. അങ്ങനെ കാണുമ്പോഴും നല്ലതാണ്, അതിൻ്റെ ടേസ്റ്റും നല്ല ടേസ്റ്റാണ് എന്താ ഒരു റൈസിന് കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്താൽ അതില്ലേ, ചേർക്കൊന്നും വേണ്ട. പിന്നെ അതേപോലെ ക്യാരറ്റൊക്കെ വേണമെങ്കിലൊക്കെ ചേർക്കുക. അപ്പോൾ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് ഒന്നും വഴറ്റി കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ച റൈസൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതിവിടെ സാധാ നമ്മളെ റേഷൻ കടി തരില്ലേ, അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ചോറുണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ എന്നും അതുകൊണ്ട് തന്നെ ചോറുണ്ടാക്കൽ. അപ്പോൾ ആ ഒരു ചോറാട്ടോ ഞാൻ അതിലേക്ക് ചേർത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ ഈ ബസ്മതി റൈസോ അല്ലെങ്കിൽ എന്താ ബിരിയാണി റൈസൊക്കെ ഉണ്ടാവുമല്ലോ, കൈമ റൈസൊക്കെ, അതൊക്കെ അതുകൊണ്ടൊക്കെ റൈസ് ഉണ്ടാക്കിയിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ സാധാ ചോറാണ്. അതാദ്യം മസാലയ്ക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിനല്ലോ, മുട്ടയും ഒക്കെ ചിക്കി വെച്ചിട്ടില്ലേനോ, അതും അതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, എല്ലാ ഭാഗത്തൊന്നും ആവാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇതേപോലെ ഒന്ന് വെതറി കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, പൊട്ടറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. ഇനിയിപ്പോൾ ഒരു സാലഡൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇനി ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു റൈസ് മാത്രം മതി. പിന്നെ അതേപോലെ പപ്പടം ഉണ്ടെങ്കിൽ ഒരു പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിലും നല്ലതാട്ടോ. അപ്പോൾ ചിഞ്ചിമോൾക്ക് രാവിലെ ഞാൻ അപ്പം ഉണ്ടാക്കിയത് കറിയിലായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ഇതേപോലെ വിളമ്പി എന്താ ഒന്ന് ചൂടാറാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓളത് കഴിച്ചോളും. നിങ്ങളെ വീട്ടിലും ഇങ്ങനെയാണോ? രാവിലത്തെ കറിയില്ലെങ്കിലേ ഇറങ്ങൂല ചിലപ്പോൾ ചിഞ്ചുവിനൊന്നും കേട്ടോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറയും എല്ലാം കഴിക്കണം എന്നൊക്കെ പറയുന്നാലും ഈ റൈസ് ഉണ്ടായതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായി. ഇത് കൊടുത്തപ്പോൾ പിന്നെ അങ്ങനെ കഴിച്ചിട്ടോ. അത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒന്നും അധികം അങ്ങനെ ഇഷ്ടപ്പെടലില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും. ഇപ്പോൾ ഒന്ന്
ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാത്തവർ. അങ്ങനെ ചിഞ്ചുവിന് ചോറ് കൊടുത്തു. പിന്നെ ഓൾക്കുള്ള ചോറും പാത്രത്തിലാക്കുന്നുണ്ട്. പിന്നെ ഓരോ പറഞ്ഞയച്ചിട്ടാണ് കേട്ടോ ഇനി എന്താ ഹോസ്പിറ്റലിലേക്ക് പോണത്. അപ്പം കുട്ടികൾക്ക് ഇപ്പോൾ രാവിലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചോറായും ചെയ്തിട്ടുണ്ടല്ലോ, ചോറ് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ ഏതായാലും, അപ്പോൾ കുറച്ച് ചോറൊക്കെ ഞാൻ കൈ പിടിച്ചെന്ന്. ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വോയിസ് കൊടുത്ത് ഈ വീഡിയോ അപ്ലോഡ് ആക്കണമെന്നുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മോരുകറി ഉണ്ടാക്കി, അതേപോലെ മീൻ കറി ഉണ്ടായിന്. പിന്നെ മുട്ട മസാലയൊക്കെ ഇട്ടിട്ട് മസാല ഓംലേറ്റ് ഉണ്ടാക്കി. പിന്നെ തേങ്ങാ ചമ്മന്തി കേട്ടോ. എത്ര കൂട്ടാനാണുള്ളത്. അങ്ങനെ അതൊക്കെ കൊണ്ട് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി. അപ്പോൾ ഇപ്പം സോഡിയത്തിൻ്റെ പ്രശ്നമൊക്കെ മാറിട്ടോ. സോഡിയത്തിൻ്റെ മരുന്നൊക്കെ കൊടുത്തപ്പോഴേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ശ്വാസം മുട്ടൽ, ഓക്സിജൻ എടുക്കാൻ വയ്യ, ഓക്സിജൻ വേണം അപ്പോഴും. അപ്പോൾ ഓക്സിജൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വണ്ടൂരിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോന്ന് ഒരു ദിവസം വീട്ടിൽ നിന്നിട്ടോ. അന്ന് പിന്നെ പാലിറ്റീവിൽ നിന്ന് ഓക്സിജനൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ അവിടെ സെറ്റ് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ അന്ന് അവിടെ വീട്ടിൽ നിന്ന് പിറ്റേന്ന് ഞങ്ങൾ നിലമ്പൂർ ഹോസ്പിറ്റലിലേക്കും പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഉപ്പാൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഉപ്പാക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യേണ്ടി, അസുഖമൊക്കെ പെട്ടെന്ന് മാറിയിട്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ ചിലപ്പോൾ എന്നും വീഡിയോ ഇടാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതേപോലെ ഹോസ്പിറ്റൽ കേസൊക്കെ അല്ലേ, എന്നാലും ഒഴിവുണ്ടാവുന്ന സമയത്തൊക്കെ വീഡിയോ ഇടണ്ടില്ലെങ്കിൽ നമ്മളെ ചാനൽ പറ്റ ഡൗൺ ആയിപ്പോവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.